ഹായ് സുഹൃത്തുക്കളെ, മലബാർ സഫാരിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ ഇന്ന് പറഞ്ഞു വയ്ക്കുന്നത് ചരിത്ര താളുകളിൽ നിന്ന് ഞാൻ വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ ചരിത്രശേഷിപ്പുകളെക്കുറിച്ചാണ്. ഇതിന് വിഭിന്നമായി പ്രാദേശികമായി പല കഥകളും ഉണ്ടാകാം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മലപ്പുറം പൈതൃക മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങളുമായാണ്. കേരള തീരദേശ പുരാവസ്തു പുരാരേഖ വകുപ്പിൻ്റെ കീഴിലാണ് ഇപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം ജില്ലയിലെ ചമ്മാട് തിരൂരങ്ങാടിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. തിരൂരങ്ങാടി ഹജൂർ കച്ചേരി എന്നറിയപ്പെടുന്ന പഴയ താലൂക്ക് ഓഫീസിലാണ് പൈതൃക മ്യൂസിയം ഒരുക്കിയിട്ടുള്ളത്. ഓരോ ജില്ലയുടെയും പൈതൃകങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കുന്നതിനും അവ ജനങ്ങളിലേക്ക് പ്രദർശിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ ജില്ലാ പൈതൃക മ്യൂസിയങ്ങൾ ഓരോ ജില്ലകളിലും സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ആണ് ജില്ലാ പൈതൃക മ്യൂസിയം തിരൂരങ്ങാടിയിൽ ജനങ്ങൾക്കായി തുറന്നു കൊടുത്തിട്ടുള്ളത്. മലപ്പുറം ജില്ലാ പൈതൃക മ്യൂസിയത്തിനെക്കുറിച്ചും ഹജൂർ കച്ചേരി എന്ന ഈ സ്മാരക മന്ദിരത്തിൻ്റെ മുൻകാല ചരിത്രങ്ങളെക്കുറിച്ചും തിരൂരങ്ങാടിയുടെ സാമുദായിക വ്യാവസായിക രാഷ്ട്രീയ ചരിത്രങ്ങളെയും വിശദമായി നമുക്ക് നോക്കാം. ഹജൂർ കച്ചേരി 1905 ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ കെട്ടിടം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. കേരളീയ തനത് നിർമ്മാണ ശൈലി ഓർമ്മപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണ രീതി. എന്താണ് ഹജൂർ കച്ചേരി? ഭരണ സൗകര്യത്തിനായി തിരൂരങ്ങാടിയിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പ്രധാന കെട്ടിടമായിരുന്നു ഹജൂർ കച്ചേരി. പോലീസ് സ്റ്റേഷൻ, സബ് രജിസ്ട്രാർ ഓഫീസ്, ജുഡീഷ്യറി തുടങ്ങിയ അഡ്മിനിസ്ട്രേഷൻ വിഭാഗങ്ങൾ ഇവിടെ പ്രവർത്തിച്ചിരുന്നു. മലബാർ സേനാനികൾ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ക്രൂരമർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയത് ഇവിടുത്തെ ജയിലറുകളിൽ വെച്ചായിരുന്നു. 1921 ആഗസ്റ്റ് 20 പരപ്പനങ്ങാടിൽ നിന്ന് ജാഥയായി എത്തിയ സമര നേതാക്കളെ തിരൂരങ്ങാടിക്ക് സമീപത്ത് വെച്ച് ബ്രിട്ടീഷ് സേന തടഞ്ഞു. ജനം സേനയുമായി ഏറ്റുമുട്ടുകയും പോലീസ് തിരിച്ചടിച്ച് വെടിയുതിർക്കുകയും ചെയ്തു. പോരാട്ടത്തിൽ 9 സമരാനുകൂലികളും 2 സേനാംഗങ്ങളും കൊല്ലപ്പെട്ടു. ആൾക്കൂട്ടത്തിൻ്റെ എതിർപ്പ് കൂടി വന്നപ്പോൾ സമര നേതാക്കളിൽ ചിലരെ പിടികൂടി സേന ഹജൂർ കച്ചേരിയിലേക്ക് നീങ്ങി. അവരെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട് ജനം കച്ചേരി വളഞ്ഞു. സമരക്കാരെ ലൂയിസ് തോക്കുമായി ലെയ്സ്റ്റർ സേന നേരിട്ടു. വെടിവെപ്പിൽ നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമായി. പിറ്റേ ദിവസം സമരക്കാർ ഹജൂർ കച്ചേരി ആക്രമിച്ച് ബ്രിട്ടീഷുകാരെ തുരത്തി. തുടർന്ന് കുറച്ചുകാലം അവിടെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ആസ്ഥാനമായി തുടർന്നു. 1921 ആഗസ്റ്റ് 30 പട്ടാളം ഇവിടേക്ക് തിരിച്ചെത്തുകയുണ്ടായി. സ്വതന്ത്ര ലഭ്യതയ്ക്ക് ശേഷവും ഹജൂർ കച്ചേരി തിരൂരങ്ങാടിയുടെ താലൂക്ക് ആസ്ഥാനമായി പ്രവർത്തിച്ചു. 1 നൂറ്റാണ്ടിലേറെ കാലത്തെ ചരിത്രം പേറുന്ന ഹജൂർ കച്ചേരി എന്ന ഈ പൈതൃക മന്ദിരം കേരള പുരാവസ്തു വകുപ്പ് സംരക്ഷിത മേഖലയായി തുടരുന്നു. ഇനി തിരൂരങ്ങാടിയുടെ ചരിത്രത്തിലേക്ക് കൂടി ഒന്ന് തിരിഞ്ഞു നോക്കാം. കേരളത്തിൻ്റെ വാണിജ്യ ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനമലങ്കരിക്കുന്ന തിരൂരങ്ങാടി
അറബുകളാൽ തിരുവരങ്കാട് എന്നറിയപ്പെട്ടു. മധ്യകാലഘട്ടത്തിൽ സാമൂതിരി രാജവംശവും പിന്നീട് മൈസൂർ രാജവംശത്തിൻ്റെയും കീഴിലായി. മൂന്നാം മൈസൂർ ബ്രിട്ടീഷ് യുദ്ധത്തിൽ 7/12/1790 തിരുവരങ്ങാടി വലിയ പോരാട്ടത്തിന് സാക്ഷ്യം വഹിച്ചു. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ഭരണകേന്ദ്രങ്ങളിലൊന്നായി തിരുവരങ്ങാടി പ്രവർത്തിച്ചു. മലബാർ സമരത്തിൻ്റെ പ്രഭവ കേന്ദ്രമായിരുന്നു ഇവിടം. 1921 ആഗസ്റ്റ് 19 അർദ്ധരാത്രിയിൽ ഖിലാഫത്ത് നേതാവായ അലി മുസ്ലിയാരെ അറസ്റ്റ് ചെയ്യുന്നതിനായി ബ്രിട്ടീഷ് പട്ടാളം തിരൂരങ്ങാടിയിൽ എത്തി. ഉദ്ദേശം സാധിക്കാതെ വന്നതോടെ കയ്യിൽ കിട്ടിയവരെ അറസ്റ്റ് ചെയ്യുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ആഗസ്റ്റ് 20 ഖിലാഫത്ത് നേതാക്കളും അനുയായികളും കച്ചേരിയിലേക്ക് മാർച്ച് നടത്തി. മാർച്ചിനെതിരെ പട്ടാളം വെടിയുതിർത്തു. സമരക്കാരും തിരിച്ചേറ്റുമുട്ടി. സംഘട്ടനത്തിൽ പല നേതാക്കളും വീരമൃത്യു വരിച്ചു. ബ്രിട്ടീഷ് പടയാളികളും മരണപ്പെട്ടു. ശേഷിച്ച പടയാളികൾ ഓടി രക്ഷപ്പെട്ടു. സമരം മലപ്പുറം ജില്ലയുടെ കിഴക്കൻ മേഖലയിലേക്കും വ്യാപിക്കപ്പെട്ടു. പട്ടാളം വളഞ്ഞ തിരൂരങ്ങാടിയിൽ ആഗസ്റ്റ് 30 വീണ്ടും പോരാട്ടം രൂക്ഷമായി. ആലി മുസ്ലിയാർ അടക്കമുള്ള നേതാക്കളെ തൂക്കിലേറ്റുകയും ചെയ്തു. തിരൂരങ്ങാടിയുടെ ഇന്നലകളുടെ സ്പന്ദനം ചരിത്രമാണ്. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് ACP ശങ്കർ റൗളയുടെയും പടയാളികളുടെയും ശവകുടീരങ്ങൾ വഞ്ചനയുടെ സ്മാരകമായി തിരൂരങ്ങാടിയിൽ ഇന്നും നിലകൊള്ളുന്നു. ബ്രിട്ടീഷ് പട്ടാള ക്യാമ്പ് നിലനിന്നിടത്താണ് ഇന്നത്തെ താലൂക്ക് ആശുപത്രി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. സംസ്ഥാന തുറമുഖ മ്യൂസിയം പുരാവസ്തു പുരോരേഖാ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിലാണ് മ്യൂസിയം സജ്ജീകരണ പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇതോടൊപ്പം തന്നെയായിരുന്നു തിരൂരങ്ങാടി സബ് രജിസ്ട്രാർ ഓഫീസിൻ്റെ സമർപ്പണവും നടന്നത്. 4 കോടി മതിപ്പ് തുക പ്രതീക്ഷിക്കുന്ന ജില്ലാ പൈതൃക മ്യൂസിയം ജില്ലയുടെ കാർഷിക, വർത്തക, സാംസ്കാരിക, രാഷ്ട്രീയ, ഭൂമിശാസ്ത്ര ജീവിതങ്ങളുടെ നാൾവഴികളും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൻ്റെ ജ്വലിക്കുന്ന കഥകളും തലമുറകൾക്ക് പകരുന്ന ഒന്നു തന്നെയാണ് ഈ ജില്ലാ പൈതൃക മ്യൂസിയം. മ്യൂസിയം സജ്ജീകരണത്തിൻ്റെ മുന്നോടിയായി സംരക്ഷിത സ്മാരകമായ ഹജൂർ കച്ചേരി മന്ദിരത്തിൻ്റെ സമഗ്ര സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് 58 ലക്ഷം രൂപയാണ് സംസ്ഥാന പുരാവസ്തു വകുപ്പ് ചെലവഴിച്ചത്. 2022 മാർച്ച് 27 സംഘടിപ്പിക്കപ്പെട്ട സമർപ്പണ ചടങ്ങിൽ മലപ്പുറം ജില്ലാ പൈതൃക മ്യൂസിയം ഇവിടെ സമയബന്ധിതമായി സമർപ്പിക്കുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പ്രഖ്യാപിച്ചിരുന്നു. ഈ പ്രഖ്യാപനമാണ് ഇവിടെ യാഥാർത്ഥ്യമായത്. രണ്ടായിരത്തി 2011-16 ഉമ്മൻചാണ്ടി സർക്കാർ എല്ലാ ജില്ലയിലും ഓരോ ജില്ലാ പൈതൃക മ്യൂസിയം പ്രഖ്യാപിക്കുകയും ഇതിനായി ബജറ്റിൽ നിന്ന് 14 കോടി രൂപ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. മ്യൂസിയം സ്ഥാപിക്കുന്നതിനായി മലപ്പുറം ജില്ലയിൽ കണ്ടെത്തിയത് അജൂർ കച്ചേരി മന്ദിരമായിരുന്നു. എന്നാൽ ഈ കെട്ടിടത്തിൽ താലൂക്ക് ഓഫീസ് പ്രവർത്തിക്കുന്നതിനാൽ അനുമതി നൽകിയ പദ്ധതിയുടെ പ്രാരംഭ നടപടികൾ പോലും നടപ്പാക്കാൻ സാധിച്ചില്ല. തുടർന്ന് അധികാരത്തിൽ വന്ന 1ാം പിണറായി സർക്കാരിൻ്റെ കാലയളവിൽ മിനി സിവിൽ സ്റ്റേഷൻ പ്രവർത്തനം പൂർത്തിയാക്കി. താലൂക്ക് ഓഫീസ് പ്രവർത്തനം ഈ കെട്ടിടത്തിലേക്ക് മാറിയതോടെ ഹജൂർ കച്ചേരിയുടെ സംരക്ഷണവും ജില്ലാ പൈതൃക മ്യൂസിയം എന്ന ആശയം വീണ്ടും സജീവമാകുകയായിരുന്നു. 2021 ഫെബ്രുവരിയിൽ സംരക്ഷണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതോടെ കൃത്യമായ വകുപ്പ് തല ഏകോപനത്തിലൂടെ സംരക്ഷണ പ്രവർത്തനം 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ സാധിച്ചു.
2023 ഒക്ടോബർ 26-നാണ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. മലപ്പുറത്തിൻ്റെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ, ജില്ലയിലെ സാഹിത്യ സംഭാവനകൾ, മലബാറിലെ വിവിധ ലഹളകളുടെ ചരിത്രങ്ങൾ, ജില്ലയിലെ പലവിധ കലാ സമർപ്പണങ്ങൾ, അതിൻ്റെ പ്രാരംഭഘട്ടങ്ങൾ തുടങ്ങിയ വിവിധ കാര്യങ്ങൾ ആണ് ഇവിടെ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായുള്ളത് ലിഖിതങ്ങളാണ്. മുസ്ലിം ചരിത്രങ്ങൾ, കലാരൂപങ്ങൾ, സാമൂഹിക സാംസ്കാരിക ചരിത്രങ്ങൾ, ഇതു സംബന്ധിച്ച രേഖകൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പഠന ആവശ്യങ്ങൾക്കായാണ് ഇവിടെ പൈതൃക മ്യൂസിയം ഒരുക്കിയിട്ടുള്ളത്. മലപ്പുറം ജില്ലാ പൈതൃക മ്യൂസിയത്തിൽ വളരെ കൃത്യമായി മുസ്ലിം മതവിഭാഗത്തിൻ്റെ വിവിധ ഇനം കലാരൂപങ്ങൾ പ്രധാനമായും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലെ പല മേഖലകളിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള പുരാതന ശിലാരൂപങ്ങൾ, പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന വിവിധ ഇനം പാത്രങ്ങൾ, ആഭരണങ്ങൾ, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൻ്റെ പൈതൃകങ്ങളായ കലകളെയും ചരിത്രങ്ങളെയും കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുള്ള ഒരു മ്യൂസിയമായി നമുക്കിതിനെ പരിചയപ്പെടുത്താം. സ്കൂൾ വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും പഠനയാത്രയുമായി ബന്ധപ്പെട്ട് ഈ മ്യൂസിയം ഒരു അനുഗ്രഹം തന്നെയാണ്. മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കാൻ എൻട്രി ഫീസൊന്നും ഇതുവരെ കൊടുക്കേണ്ടതില്ല. എന്നാൽ ചെന്നു കയറുമ്പോൾ പേരും സ്ഥലവും ഫോൺ നമ്പറും കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ ദൃശ്യമാധ്യമങ്ങളിൽ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കാൻ മ്യൂസിയം ഡ്യൂട്ടി ഓഫീസറുടെ അനുമതി വാങ്ങേണ്ടത് നിർബന്ധമായ ഒരു കാര്യം തന്നെയാണ്. മ്യൂസിയത്തിലേക്ക് വരുന്നവർ വെറുതെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന ഉദ്ദേശത്തോടെ വരുന്നവർക്ക് പ്രത്യേകിച്ചൊന്നും കാണാൻ സാധിക്കില്ല. എന്നാൽ ചരിത്രമറിയാനും മലബാറിൻ്റെ ഇന്നലകളുടെ ചരിത്ര സ്പന്ദനങ്ങൾ വായിച്ചും കണ്ടും ചരിത്രശേഷിപ്പുകൾ തൊട്ടറിയാനും വരുന്നവർക്ക് ധാരാളം കാഴ്ചകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തെക്കുറിച്ചും മലബാറിൻ്റെ ചരിത്രങ്ങളെക്കുറിച്ചും അറിയാൻ ആഗ്രഹിക്കുന്നവർ ഒരിക്കലെങ്കിലും ഇവിടെ വന്നിരിക്കണം. പ്രദർശന വസ്തുക്കൾക്കൊപ്പം ആധുനിക ദൃശ്യ ശ്രവ്യ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സമയമെടുത്ത് കണ്ട് മനസ്സിലാക്കേണ്ട ഒന്ന് തന്നെയാണ് ഇത്. ഇനി നമുക്ക് മ്യൂസിയത്തിലെ കുറച്ച് കാഴ്ചകൾ കാണാം.
മലബാർ കലാപത്തിൽ മരണപ്പെട്ട ബ്രിട്ടീഷ് മേധാവി വില്യം ലെതർഫോർഡിൻ്റെ ശവകുടീരമാണ് ഈ കാണുന്നത്. മലപ്പുറം ജില്ലാ പൈതൃക മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. പുതിയ വിശേഷങ്ങളും കാണാ കാഴ്ചകളുമായി മലബാർ സഫാരി വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. You are watching Malabar Safari.